ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോയിൽ അഡ്മിഷൻ പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ജനുവരി 2025 അഡ്മിഷൻ സൈക്കിളിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുകയാണ്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, മാർച്ച് 15 ലാസ്റ്റ് ഡേറ്റ്. അതിന് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് നമ്മൾക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഇത് എക്സ്റ്റെൻഡ് ആയിട്ടാണ് നാളെ വരെ വന്നിരിക്കുന്നത്. ഇനി അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇന്ന് തന്നെ എന്തായാലും അഡ്മിഷൻ എടുക്കുക. കാരണം നാളെ ലാസ്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ ഇഗ്നോയിൽ ഓപ്പൺ ആയിട്ടുള്ള കോഴ്സസിൻ്റെ ഓപ്ഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഇഗ്നോയിൽ കുറേ പ്രോഗ്രാംസ് ഉള്ള കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ പ്രോഗ്രാംസൊക്കെ ഇഗ്നോയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ താഴെ സ്ക്രോൾ ആക്കിയിട്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ഫസ്റ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അക്ഷയ വഴി അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ഓണായ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ബാക്കിയുള്ള റെഫറൻസസിനൊക്കെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഈ ഇമെയിൽ ഐ ഡി അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇഗ്നോയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഇമെയിൽ ഐ ഡി വഴിയാണ് മെസ്സേജസ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്കാണ് ബുക്കൊക്കെ അവർ അയച്ചിട്ടുണ്ടെങ്കിൽ, മെറ്റീരിയലൊക്കെ അവർ അയച്ചിട്ടുണ്ടെങ്കിലൊക്കെ മെസ്സേജ് വരുന്നത്. അതിനാൽ തന്നെ വാലിഡ് അല്ലാത്ത മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ ഒന്നും നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊടുക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇഗ്നോയുടെയും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇഗ്നോയിൽ നമ്മൾ ഒരു പ്രാവശ്യം അഡ്മിഷൻ എടുത്താൽ റീഫണ്ടബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന ഒരു വ്യക്തി എന്തായാലും ഇതൊക്കെ വായിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്